ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഹദീസ് സാബിഉ വൽ ഇശ്റൂൻ, 27ാമത്തെ ഹദീസ്. വാനിൻ നവ്വാസ് ബിൻ സംആൻ റളിയല്ലാഹു അൻഹു, നവ്വാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ബിർറു ഹുസ്നുൽ ഖുലുഖി, ബിർറ് നന്മ എന്ന് പറഞ്ഞാൽ ഹുസ്നുൽ ഖുലുഖി സൽ സ്വഭാവമാണ്. നന്മ എന്ന് പറഞ്ഞാൽ സൽ സ്വഭാവമാണ്. വൽ ഇസ്മു പാപം എന്ന് പറഞ്ഞാൽ മാ ഹാക ഫീ നഫ്സിക, നിന്റെ മനസ്സിൽ ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുന്നത്. അസ്വസ്ഥത സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അനുവദനീയമാണോ ഹറാമാണോ എന്നൊരു സംശയമുള്ളത്. അതേ പ്രകാരം തന്നെ വകരിഹ്ത യത്തലി അലൈഹിൻ നാസു, ജനങ്ങൾ അറിയൽ നീ വെറുക്കുന്നതുമാണ്. ജനങ്ങൾ അറിയുന്നത് നിനക്ക് ഇഷ്ടമില്ലാത്തതുമായ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ പാപം എന്ന് പറഞ്ഞാൽ. അപ്പോൾ സൽ സ്വഭാവമാണ് നന്മ. അനുവദനീയമാണോ ഹറാമാണോ എന്ന് സംശയമുള്ളതും ജനങ്ങൾ അറിയുന്നത് നിനക്ക് ഇഷ്ടമില്ലാത്തതുമായ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ പാപം എന്ന് പറഞ്ഞാൽ. വഅൻ റവാഹു മുസ്ലിം വഅൻ വാബിസ ബിൻ മഅബദിൻ റളിയല്ലാഹു അൻഹു, വാബിസ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഖാല അതൈതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ചെന്നു. ഫഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, ജിഇത തസ്അലു അനിൽ ബിർരി, ജിഇത തസ്അലു അനിൽ ബിർരി, നന്മയെക്കുറിച്ച് ചോദിക്കാനാണോ, നന്മയെ സംബന്ധിച്ച് ചോദിച്ച് പഠിക്കാനാണോ നീ വന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ചോദിച്ചു. ഖുൽതു, അപ്പം ഞാൻ പറഞ്ഞു, നഅം, അതെ. ഫഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇസ്തഫ്തി ഖൽബക, നീ നിന്റെ മനസ്സിനോട് തന്നെ ചോദിക്കുക. അൽ ബിർറു മത്മഅന്നതി ഇലൈഹിൻ നഫ്സു, അൽ ബിർറു മത്മഅന്നതി ഇലൈഹിൻ നഫ്സു വത്മഅന്ന ഇലൈഹിൽ ഖൽബു. ബിർറ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിനും ശരീരത്തിനും ശാന്തിയും സമാധാനവും ലഭിക്കുന്നതാണ്. മനസ്സിനും ശരീരത്തിനും ശാന്തിയും സമാധാനവും ലഭിക്കുന്നതാണ് നന്മ. വൽ ഇസ്മു, ഇസ്മു എന്ന് പറഞ്ഞാൽ മാ ഹാക ഫിൻ നഫ്സി വ തറദ്ദദ ഫി സ്വദിരി, മനസ്സിലൊരാശങ്കയും ഹൃദയത്തിലൊരു പരിഭ്രാന്തിയൊക്കെ ഉണ്ടാക്കുന്നതാണ്. മനസ്സിൽ ഒരു ആശങ്ക ഉണ്ടാവും, ഒരു ചൊറി ഉണ്ടാക്കുന്നുണ്ട്. അതേ പ്രകാരം തന്നെ ഒരു പരിഭ്രാന്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് തിന്മ. ഇനി വൈൻ അഫ്താക്കന്നാസു അഫ്തൗക്ക, വൈൻ അഫ്താക്കന്നാസു അഫ്തൗക്ക, ഇനി എന്താണ്? ജനങ്ങൾ നിന്നോട് എന്തുപദേശിച്ചാലും ശരി, അഥവാ അത് തെറ്റില്ല എന്ന് ജനങ്ങൾ നിനക്ക് ഫത്വ നൽകിയാൽ പോലും അത് പാപങ്ങൾ തന്നെയാണ്, അത് മോശം തന്നെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഈ രണ്ട് ഹദീസിലും പറഞ്ഞത് ഇപ്പം നന്മയും തിന്മയുമായ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ച് തരികയാണ്. അപ്പം നന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? സൽ സ്വഭാവമാണ് നന്മ. തിന്മ എന്ന് പറഞ്ഞാലോ നിന്റെ മനസ്സിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നത്, അതുപോലെ ജനങ്ങൾ അറിയലിനെ നീ വെറുക്കുന്നതുമായ കാര്യങ്ങളാണ് തിന്മ എന്ന് പറഞ്ഞാൽ. ഹദീസുൻ ഹസനുൻ, ഹസനായ ഹദീസാണിത്. അൽ ഹദീസ് സാമിനു വൽ ഇശ്റൂൻ, 28ാമത്തെ ഹദീസ്. അൻ അബി നജീഹിൻ അൽ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു, അബൂ നജീഹ് എന്ന ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യാണ്. ഖാല വഅലനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഞങ്ങളോട് ഉപദേശിച്ചു. മൗഇദത്തൻ, നല്ലൊരു ഉപദേശം. എങ്ങനത്തെ ഉപദേശമാണ്? വജിലത്ത് മിൻഹൽ ഖുലൂബു, മനസ്സുകൾ വിറക്കുന്നതായ ഉപദേശമാണ്. വദറഫത്ത് മിൻഹൽ ഉയൂനു, കണ്ണുകൾ ഒഴുകുന്നുണ്ട്, കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഉപദേശമാണ്. ഫഖുൽന, അപ്പം ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ വല്ലാത്തൊരു ഉപദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ ഫഖുൽന, അപ്പം ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, കഅന്നഹ മൗഇദത്തു മുവദ്ദഇൻ ഫഔസിന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇതൊരു വിടവാങ്ങൽ പ്രഭാഷണം പോലെയുണ്ടല്ലോ. കഅന്നഹ മൗഇദത്തു മുവദ്ദിഇൻ, ഇതൊരു വിടവാങ്ങൽ പ്രഭാഷണം പോലെയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഫഔസിന, അങ്ങ് ഞങ്ങൾക്ക് ഉപദേശങ്ങൾ തന്നാലും ഞങ്ങളോട് വസിയത്ത് ചെയ്താലും. ഖാല,
അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഊസീക്കും ബി തഖ്വല്ലാഹി അസ്സ വജല്ല, ഊസീക്കും ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു, ബി തഖ്വല്ലാഹി അസ്സ വജല്ല അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. വസ്സംഇ വത്വാഅ അതേ പ്രകാരം നിങ്ങൾ കേൾക്കണം, നിങ്ങൾ അനുസരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. വ ഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഒരു അടിമ നിങ്ങളുടെ നേതാവായി വന്നാലും, നിങ്ങൾക്ക് നേതാവായി ഒരു അടിമയാണ് നിയോഗിക്കപ്പെട്ടതെങ്കിലും അദ്ദേഹത്തിനെ നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. കാരണം ഫഇന്നഹു മൻ യഈശു മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തീർച്ചയായും എൻ്റെ കാലശേഷം നിങ്ങൾ ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണേണ്ടി വരും. ഫഅലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനിൽ മഹ്ദിയീൻ. അപ്പോൾ കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണേണ്ടി വരും. ആ ഘട്ടത്തിൽ എൻ്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കുക. പോരാ, വ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനിൽ മഹ്ദിയീൻ അതേ പ്രകാരം തന്നെ സന്മാർഗികളും വഴികാട്ടികളുമായ ഖലീഫമാർ അവരുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കുക. അപ്പോൾ പല അഭിപ്രായ വ്യത്യാസങ്ങളും നിങ്ങൾ കാണും. ആ സമയത്ത് എൻ്റെ ചര്യ മുറുകെ പിടിക്കണം, അതേ പ്രകാരം തന്നെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യയും മുറുകെ പിടിക്കണം. വ അല്ലു അലൈഹ ബിൻ നവാജിദി അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കുകയും വേണം. വ ഇയ്യാക്കും വ മുഹ്ദസാത്തിൽ ഉമൂർ നിങ്ങൾ നിങ്ങളെയും അതേ പ്രകാരം തന്നെ പുത്തനാശയങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ എല്ലാ പുതുതാക്കി കൊണ്ടുവരുന്നതും, അതായത് പുതുതായി കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ബിദ്അത്തുൻ അത് ബിദ്അത്താണ്. വകുല്ലു ബിദ്അത്തിൻ ലലാലത്തുൻ എല്ലാ ബിദ്അത്തുൻ അത് ലലാലത്താണ്, വഴിപിഴച്ചതാണ്. വകുല്ലു ലലാലത്തിൻ എല്ലാ വഴിപിഴച്ചതും ഫിന്നാരി നരകത്തിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബിദ്അത്തിനെ നിങ്ങൾ സൂക്ഷിക്കണം. റവാഹു അബൂ ദാവൂദ വ തിർമിദിയു. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് പറയാം. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.